നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും ഈ ഇടിമിന്നലുകൾ ഉണ്ടാകുന്ന സമയത്ത് മഴ സമയത്ത് ശ്വാസമുട്ടൽ കൂടാറുണ്ടോ? എന്താണ് തണ്ടർ സ്റ്റോം ആസ്മ? നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും ഈ ഇടിമിന്നലുകൾ ഉണ്ടാകുന്ന സമയത്ത് മഴ സമയത്ത് ശ്വാസമുട്ടൽ കൂടാറുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഈ പൂപ്പൊടികൾ, അതായത് പോളൻസും ഈ പൂപ്പൽ മോൾസ് എന്ന് പറയുന്ന ചെടികളുടെ ഈ ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് കാറ്റും ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് പറക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ പൂപ്പൊടികളും ഈ പൂപ്പലൊക്കെ ചെറിയ ശകലങ്ങളായിട്ട് മാറും. അപ്പം കുറച്ചുകൂടെ അത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഏറ്റവും സ്മോളർ എയർവേസ്, അതായത് ഏറ്റവും ചെറിയ ആ ഒരു ഏരിയ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സെൻസിറ്റീവായിട്ടുള്ളവർക്ക്, അലർജി ഉള്ളവർക്ക് ശ്വാസം മുട്ടൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ നല്ല ഇടിമിന്നലും ഇതൊക്കെയുള്ള സമയമാണെങ്കിൽ ശ്വാസം മുട്ടൽ പ്രത്യേകിച്ച് അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൻ്റെ അകത്തിരിക്കാൻ നോക്കുക. നമ്മുടെ ഇൻഹേലറും അലർജിയുടെ ടാബ്ലറ്റ് റെഡിയായി വെക്കുക. നമുക്ക് ചെറിയൊരു തടസ്സം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുക. അലർജിയുടെ മരുന്ന് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇടിമിന്നൽ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ശക്തമായ ഒരു പ്രതിഭാസം മാത്രമാണ്. നിങ്ങൾക്കതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അത് വരുമ്പോൾ ശ്വാസം മുട്ടൽ വരുന്ന ആൾക്കാരിൽ ഇൻഹേലറും അലർജിയുടെ ടാബ്ലറ്റ് റെഡിയാക്കി വെക്കുക. നമ്മൾ ആവശ്യമുള്ളപ്പോൾ ആ മരുന്ന് എടുക്കുക. അത്രേ ഉള്ളൂ.